ഏഴ് സ്വരങ്ങളും എന്ന് പറയുന്ന പാട്ടാണ്. ആ പാട്ടിൻ്റെ പിറവി ഒരു വല്ലാത്ത സംഭവമാണെന്ന് കേട്ടിട്ടുണ്ടോ? എന്തായിരുന്നു അത്? ഏഴ് സ്വരങ്ങൾ എൻ്റെ ബാലേന്ദ്രൻ്റെ സിനിമയിലെ പാട്ടുകളിൽ ദ ബെസ്റ്റ് സോങ് എന്ന് വെച്ചാൽ അതേ പറയുള്ളൂ. അതെ. പക്ഷേ അതിൻ്റെ പിറവിക്ക് പിറകിൽ ഒരുപാട് കഥകളുണ്ട്. ആദ്യം ചിരിവചരിക്കകത്ത് ഞങ്ങളൊരു പാട്ട് കമ്പോസ് ചെയ്തു. ബിച്ചു രവീന്ദ്രനാണ്. ഇതുവരെ ഈ കൊച്ചു കളിവീണയിൽ, ഇതുവരെ ഈ കൊച്ചു കളിവീണയിൽ. അതിൻ്റെ കോൺടെസ്റ്റ് എന്ന് വെച്ചാൽ ഞാനും മനയമ്പള രാജും കൂടെ ജീവിതത്തിൽ നിരാശ വന്നിട്ട് വിഷം കഴിക്കും ആത്മഹത്യ ചെയ്യാൻ. പക്ഷെ വിഷത്തിനകത്ത് മായം, അതുകൊണ്ട് ചാവത്തില്ല. അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളത് ഷൂട്ട് ചെയ്യാനായിട്ട് റെഡിയായി. ഷൂട്ട് ചെയ്തു ദിവസം വൈകുന്നേരം ബിച്ചുവിന് നെഞ്ചുവേദന. അഡ്മിറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ. ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ബിച്ചു അതുപോലെ പേടിച്ചു. ആ പാട്ട് വയ്ക്കരുതെന്ന് പറഞ്ഞു. ആ പാട്ട് വേണ്ട, അതെനിക്ക് പേടിയാവും. ഞാൻ നല്ല പാട്ടാണ് ബിച്ചു, അത് വേണ്ട, ആ പാട്ട് വേണ്ട, നമുക്ക് വേറെ പാട്ടുണ്ടാകും. അങ്ങനെ ആ പാട്ടിനെ ഒഴിവാക്കിയിട്ട് വേറൊരു പാട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. ഞാൻ, ബിച്ചു, രവീന്ദ്രൻ, വേണുനാവളിയോട് അങ്ങനെ ഉണ്ടാക്കിയ പാട്ടാണ് ഏഴ് സ്വരം. ഈ പാട്ട് കമ്പോസ് ചെയ്ത് റെഡിയാക്കി വെച്ചു രവീന്ദ്രൻ. അത് ദാസേടൻ ഭയങ്കര തിരക്കാണ് ഈ ഹിന്ദി പാട്ട്. പുള്ളി അന്ന് രാത്രി വരുന്നു. ഇവിടെ ഒന്ന് പാടിയിട്ട് ഇവിടെ തിരിച്ചു പോകണം. ഞാൻ നിൽക്കുമ്പോഴാണ് എല്ലാ സ്റ്റുഡിയോ ചെയ്തത്. പുള്ളി ഭയങ്കര ടയർഡാണ്. വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ രവീന്ദ്രൻ വലിയ പ്രതീക്ഷയിൽ ഈ പാട്ടും കിട്ടും. അതായിട്ട് ദേഷ്യവും. ഈ പാട്ട് ഇങ്ങനെ അല്ലത്, ശരി, ഒറിജിനൽ ഇതല്ല, ഒറിജിനൽ വേറെയാണ്. ഇനിയും മേളിലോട്ട് കയറണം. അവസരം വയ്യ. അവസരം എല്ലാം താഴെ പിടിച്ചിട്ടു. ചെയ്യുന്നത് സഹിക്കുന്നില്ല. ഞാൻ കണ്ടോണ്ടിരിക്കുക. അത് വേണ്ട, അങ്ങനെ വേണ്ട, ഇങ്ങനെ മതി. അങ്ങനെ ആക്കി അതും പുള്ളികളെ കോൺസെപ്റ്റാക്കി. റെക്കോർഡിങ് കഴിഞ്ഞാൽ നേരത്ത് എഴുതുന്ന തലക്കടിച്ചിറങ്ങുക. ഷോ നശിപ്പിച്ചു. ഞാൻ കേട്ടത്. എന്നിട്ടും ആ പാട്ട് ഇത്രയും പേര് ഇത് നിത്യ യൗവനമായിട്ട് നിൽക്കുന്നത് പറഞ്ഞാൽ അല്ലേ?